ഹായ് ദിസ് ഈസ് യഷാദ് അലി. നമ്മുടെ CMA എക്സാംസ് ആയി. CMA എക്സാമിൽ എക്സാം പ്രസന്റേഷൻ റിലേറ്റഡ് ആയിട്ട് എക്സാം ഹാൻഡിൽ ചെയ്യുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് ബാക്ക് വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എക്സാമിൽ എത്തുമ്പോൾ കുറേ പാളിച്ചകൾ സംഭവിക്കുന്നതുകൊണ്ട് തോറ്റു പോവാറുണ്ട്. കുറെ ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ അവർക്ക് അതായത് എക്സാമിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പറയാനുള്ളത്. ശ്രദ്ധിച്ച് കളിക്കുക, അവസാനം വരെ കാണുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ശ്രദ്ധിച്ച് കളിക്കുക. ഇതൊരു പൊടിക്കൈകളാണ്, പാസ്സാവാനുള്ള കുറച്ച് പൊടിക്കൈകളാണ്. ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും അത് വർക്കൗട്ട് ആവില്ല. സോ എക്സാമും അതുപോലെ തന്നെയാണ്. നമ്മൾ കോൺഫിഡൻസ് ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ സംഭവം വർക്കൗട്ട് ആവില്ല. സോ കോൺഫിഡൻറ്റോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ എക്സാമിന് പോവേണ്ടത്, എക്സാം പ്രസന്റ് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ എക്സാമിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം മെനക്കെട്ടത്. സോ 3 മണിക്കൂർ എക്സാം നിങ്ങൾ കോൺഫിഡന്റ് അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് നിങ്ങൾ അറിയാതെ തെറ്റിച്ചു പോകും. സോ ബി കോൺഫിഡന്റ്. നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾ സംതൃപ്തരായിരിക്കണം. നിങ്ങൾ പഠിച്ചത് കറക്റ്റ് ആണ്, എല്ലാം അതിൽ വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ള പോയിന്റാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് 15 മിനിറ്റ്സ് ആണ് നമുക്ക് കൂൾ ഓഫ് ടൈം കിട്ടുക. ആ കൂൾ ഓഫ് ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ വേറെ ഒന്നും നോക്കാതെ ആ 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം ഏത് ക്വസ്റ്റ്യൻ ആണ് ആദ്യം പ്രസന്റ് ചെയ്യേണ്ടത്, രണ്ടാമതേത്, മൂന്നാമതേത് എന്നുള്ളത്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്ക് മുമ്പ് തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഏത് എഴുതാന്ന്. അപ്പോൾ 2 മണി തൊട്ട് പിന്നെ നമുക്ക് എഴുത്ത് തുടങ്ങാം. 2 മണിക്ക് ഡിസൈഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും 10 to 15 മിനിറ്റ്സ് അവിടെ പോകും. എന്നിട്ട് പിന്നെ എഴുതാൻ തുടങ്ങുമ്പോൾ കുറേ സമയം പോയിട്ടായിരിക്കും തുടങ്ങാം. അത് ഭയങ്കരമായിട്ട് നമ്മളെ ടൈം മാനേജ് ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് ഒരു ഇഷ്യൂ വരും. സോ അതുകൊണ്ട് തന്നെ 15 മിനിറ്റ്സ് കോൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഏത് ആദ്യം ഏതും, ഏത് രണ്ടാമത് ഏതും, ഏത് മൂന്നാമത് ഏതും എന്നുള്ളത്. അതിൽ തന്നെ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എങ്കിലും നല്ല വെൽ വേഴ്സ്ഡ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന നോട്ട്സ് ഒക്കെ കൊടുത്ത് വെൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന 2 ആൻസർ ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കണം നിങ്ങൾ ആദ്യത്തെ 2 മിനിമം പ്രസന്റ് ചെയ്യേണ്ടത്. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. ഏതൊരു കേസിലും നമുക്ക് ആദ്യം കൊടുക്കുന്ന ഒരു ഇംപ്രഷനാണ് അവിടെ അയാളുടെ മനുഷ്യനാണ് ഈ പേപ്പർ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹി ഹാവ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഓൾസോ. സോ ഒരു പേപ്പർ കിട്ടുമ്പോൾ അയാൾ സാറ്റിസ്ഫൈഡ് ആവണം. ഈ കുട്ടി കുഴപ്പമില്ല, നല്ല പേപ്പറാണ്. ഫസ്റ്റ് തന്നെ കുറെ വെട്ടും കുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു പേപ്പർ വാല്യൂട്ടർ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. സോ സെയിം കേസ് ആണ്. സോ ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ എങ്കിലും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിച്ചിരിക്കണം. അതൊരു പൊടിക്കൈകളാണ്. അതായത് പാസ്സാവാനുള്ള, അതായത് മാർക്ക് വീഴാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് MCQനെ കുറിച്ചാണ്. MCQ ആദ്യം ചെയ്യണോ അതോ അവസാനം ചെയ്യണം? 30 മാർക്കിന് MCQ ഉണ്ട്, 15 MCQs ഉണ്ടാവും, 2 മാർക്ക് വീതം. അത് നമ്മൾ OMR ഷീറ്റിൽ നമ്മൾ ബബിൾ ചെയ്യാണ് വേണ്ടത്. ഈ ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ആൾക്കാർ മാറി ബബിൾ ചെയ്യാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് ബബിൾ ചെയ്യുക. ഇനി MCQ ആദ്യം ചെയ്യുന്നതാണോ നല്ലത് അതോ അവസാനത്തോട്ട് വെക്കുന്നതാണോ നല്ലത്, അതോ ഇടയിൽ ചെയ്യുന്ന മിഡ് ഓഫ് ദി എക്സാം ചെയ്യുന്നതാണോ നല്ലത്? എനിക്ക് പറയാനുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി 2 മണിക്ക് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഡിസൈഡ് ചെയ്തു 1, 2, 3 ഏത് എഴുതേണ്ടി എന്നുള്ളത്. അപ്പൊ അതിൽ ആദ്യം നിങ്ങൾ MCQ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. കുറച്ച് ടൈം മാത്രം MCQ കൊടുക്കുക, വല്ലാണ്ട് ടൈം MCQ കൊടുക്കരുത്. MCQ വേഗം കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിലോട്ട് പോയിട്ട് അത് അറ്റംപ്റ്റ് ചെയ്യുക. അതൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ പറയുന്നത്, നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ഒരു 2 ക്വസ്റ്റ്യൻ ഓർ 3 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു 3-3:15 ആകുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ MCQ, അതായത് ഉച്ചക്കത്തെ കേസ് ആണെങ്കിൽ 3-3:15, രാവിലത്തെ കേസ് ആണെങ്കിൽ 11:15, ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, MCQ ചെയ്യുക. ഒരിക്കലും MCQ അവസാനത്തോട്ട് വെക്കരുത്. അവസാനത്തോട്ട് വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ തെറ്റിച്ചു. കാരണം വെച്ചാൽ നമ്മളെ ഹറി ബറി ഒരു മൊമെന്റ് ആണ് അവസാനത്തെ മിനിറ്റ്സ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ അവസാനത്തോട്ട് വെക്കുമ്പോൾ ആ ഹറി ബറി മൊമെന്റിൽ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യനെ നമ്മൾ തെറ്റു. കാരണം MCQ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. MCQ ഏകദേശം സ്കോർ ചെയ്ത് അച്ചീവ് ചെയ്യാൻ പറ്റാൻ തന്നെ ആ പേപ്പർ പാസ്സായ പോലെയും. കാരണം 30 മാർക്സ് നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റിൽ എങ്ങനെയായാലും 10 കിട്ടിയിരിക്കും, 40 എത്തിച്ച്. ഡിസ്ക്രിപ്റ്റ് കുറച്ചും കൂടി നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 55, 60 എത്തും. സോ MCQ മാർക്ക് സ്കോർ ചെയ്യുന്നതിനുള്ള വെരി 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 ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പോൾ അവിടെ എക്സംഷൻ ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സാധനമാണ് ഈ MCQ. സോ MCQ അതും കൂടി ഞാൻ പറയാം, MCQ നിങ്ങൾ ഒരിക്കലും മിസ്റ്റേക്ക് വരുത്തരുത്. മാക്സിമം MCQയിൽ സ്കോർ ചെയ്തിരിക്കണം. MCQ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. MCQയിൽ ഒരു ക്വസ്റ്റിന് 2 മാർക്ക് കിട്ടുന്നുണ്ട്. സോ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് MCQ. സോ MCQ ഒരിക്കലും വിടരുത്. ആ MCQയിലെ സ്ട്രാറ്റജി ഇതാണ്. അതായത് ഒന്നുകിൽ ഫസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിഡ് ഓഫ് ദി എക്സാം ചെയ്യുക. മിഡ് ഓഫ് ദി എക്സാം കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് മാനേജബിൾ ആണെങ്കിൽ. കാരണം ആദ്യം ഡിസ്ക്രിപ്റ്റീവ് എഴുതി തിരിച്ച് വീണ്ടും MCQയിലോട്ട് വന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എഴുതിക്കോളൂ. ഞാൻ 2 ട്രൈ ചെയ്തിട്ടുണ്ട്, അവസാനത്തും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാനത്തത് കുറെ എക്സാം എഴുതിയതാണല്ലോ. അപ്പോൾ അവസാനത്തത് വലിയൊരു സുഖമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹറി ബറിയിൽ ഒരുപാട് മിസ്റ്റേക്ക്
മിസ്റ്റേക്ക് സംഭവിക്കും. ഒന്നുകിൽ ഫ്രഷ് മൈൻഡിൽ MCQ സ്റ്റാർട്ടിങ്ങിൽ, അല്ലെങ്കിൽ മിഡ് ഓഫ് ദി എക്സാം ചെയ്യും. മിഡ് ഓഫ് ദി എക്സാം ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് നമ്മളിങ്ങനെ എഴുതി പോയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ പിന്നെ MCQ ചെയ്യുമ്പോൾ എളുപ്പം തോന്നാറുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തതൊന്നും ബെറ്റർ ആയിട്ടാണ് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടം, നിങ്ങൾ അനുസരിച്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് 100 മാർക്കിന് പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. അതായത് 100 മാർക്കിന് പ്രസന്റ് ചെയ്യാത്തോടത്തോളം 30 മാർക്സ് MCQ ഇട്ട് ബാക്കി 70 മാർക്സിന് നിങ്ങൾ പ്രസന്റ് ചെയ്യാത്തോടത്തോളം കാലം നിങ്ങൾക്ക് അവിടെ എക്സംഷൻ സ്കോർ ചെയ്യാനുള്ള മാർക്ക് കുറഞ്ഞു പോകും. അതായത് നിങ്ങൾ 70 or 60 മാർക്കിനാണ് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കഷ്ടിച്ച്, അതായത് ഒരു 40 to 45, 50 റേഞ്ചിൽ വന്ന് നിൽക്കും. അതായത് 100 മാർക്കിന് അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഫോർ ആൻ എക്സംഷൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 100 മാർക്കിന് അറ്റൻഡ് ചെയ്തേ പറ്റൂ. അത് മാത്രമല്ല, അതായത് ഇതൊരു പ്രൊഫഷണൽ എക്സാം ആണ്. സോ ടൈം മാനേജ്മെന്റും കൂടി ഇവർ നോക്കുന്നുണ്ട്. അതായത് വെദർ യു ആർ ഏബിൾ, നിങ്ങൾ ഏബിൾ ആണോ നോക്കുന്നുണ്ട്. അത് നോളജ് വൈസ് മാത്രമല്ല എബിലിറ്റി നോക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒക്കെ നോക്കുന്നതാണ് ഈ പറഞ്ഞ എക്സാം എന്ന് പറയുന്നത്. അതായത് ഈ പ്രൊഫഷണൽ എക്സാം, CA CMA എക്സാം എന്ന് പറയുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ ഒരു പേപ്പർ 100 മാർക്കിന് അയാൾ എഴുതുന്നുണ്ടെങ്കിൽ ഈ ഹാവ് ടൈം മാനേജ്മെന്റ് സ്പെഷ്യാലിറ്റി ആയിട്ടുണ്ട്, എബിലിറ്റി ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പേപ്പർ വാല്യുവേറ്റർ. സോ അതുകൊണ്ട് തന്നെ 100 മാർക്കിനും അറ്റൻഡ് ചെയ്യുന്നതിന് വെരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പെർഫെക്റ്റ് ആയിട്ട് 4 ക്വസ്റ്റ്യൻ ഇതിനേക്കാളും അടിപൊളിയാണ്. അതായത് നല്ലതാണ് ആവറേജ് ആയിട്ട് 5 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്. സോ അറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അടുത്തൊരു ചോദ്യം വരും, അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ് സാറേ, എങ്ങനെ അതിനെ അറ്റംപ്റ്റ് ചെയ്യും? അപ്പൊ ഞാൻ പറയുന്നത്, ഒരു പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് എ വർക്കിംഗ് നോട്ട് നമ്പർ 1 ബേസിക് ഡാറ്റ. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് ഒരു പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ എവിടെയൊക്കെ കണ്ട പോലെ ഉണ്ട്, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് എ വർക്കിംഗ് നോട്ട് നമ്പർ 1 ബേസിക് ഡാറ്റ. അതിലെന്താ നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള സാധനങ്ങൾ തന്നെ അതിലോട്ട് നോട്ട് എടുത്ത് ചെയ്ത്, അതായത് സെയിൽസ് ഇത്ര, യൂണിറ്റ്സ് ഇത്ര, അങ്ങനെ റുപ്പീസ്, നമ്മൾ ഓരോരോ കാര്യങ്ങൾ, കോസ്റ്റ് ഇത്ര, സെല്ലിംഗ് പ്രൈസ് ഇത്ര, അത് പോയിന്റ് ആയി ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പോയിന്റ് ആക്കുന്ന വർക്കിംഗ് നോട്ട് നമ്പർ 1 ബേസിക് ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് മാർക്കൊന്നും കിട്ടൂല, പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇനി അതിന്മേൽ നിന്ന് നമുക്ക് ഹിഡൻ ആയിട്ടുള്ള വല്ല ഇൻഫർമേഷൻസ് കിട്ടും. ഓരോ ഹിഡൻ ഇൻഫർമേഷനും ചിലപ്പോൾ 1-2 മാർക്ക് വെച്ച് കിട്ടുന്നുണ്ടോ. സോ അങ്ങനെയും ചാൻസ് ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള, അത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്റ്റാർട്ട് വിത്ത് എ വർക്കിംഗ് നോട്ട് നമ്പർ 1 ബേസിക് ഡാറ്റ എന്നുള്ള പോയിന്റ്. പിന്നെ പോയിന്റ് പറയാനുള്ളത്, ഓക്കെ, വേറൊരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മളെ MCQ ആയിരിക്കും, പിന്നെ 2 വെച്ച് തുടങ്ങും. 2-ല് Aയും Bയും ഉണ്ടാവും. സോ Aയും Bയും ഒരുമിച്ച് എഴുതണോ, അതോ ആദ്യം 2A എഴുതി എന്നിട്ട് ഞാൻ 3Aക്ക് പോയി എന്നിട്ട് ഞാൻ 2B ലാസ്റ്റ് കൊണ്ടുപോയിട്ട് എഴുതിയ അതാണോ നല്ലത്, അത് ഒരുമിച്ച് എഴുതാണോ നല്ലത്? ഒരിക്കലും നിങ്ങൾ സെപ്പറേറ്റ് ആക്കി എഴുതരുത്, ഒരുമിച്ച് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 2 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 2Aയും 2Bയും ഒരുമിച്ച് എഴുതാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് Aയും Bയും വരുന്നത്. സോ 2 അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ തന്നെ Aയും Bയും ഈ വാല്യൂ ചെയ്യുന്ന ആൾ നോക്കും അവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. കുറെ ആൾക്കാർക്ക് അങ്ങനെ മാർക്ക് പണ്ട് മിസ്സായതായിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് വേറെ എഴുതിയപ്പം എനിക്ക് മാർക്ക് കിട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബെറ്റർ വേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ, അതായത് ക്വസ്റ്റ്യൻ 2A എഴുതി 2B എഴുതി. അപ്പൊ സാറേ എനിക്ക് 2B അറിയില്ല, അപ്പൊ എന്ത് ചെയ്യും? 2B അറിയില്ലെങ്കിൽ ലീവ് എ സ്പേസ്, ഒരു ബ്ലാങ്ക് സ്പേസ് ഇടുക. ഒരു ആവറേജ് ആയിട്ട് എത്ര തോന്നുന്നു എഴുതുന്ന എത്ര ഉണ്ടോ ഒരു സ്പേസ് വിടുക, എന്നിട്ട് പിന്നെ വന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ സാറേ അപ്പൊ ഫില്ല് ചെയ്യാൻ എനിക്കൊന്നും അറിയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പർ കൊടുക്കാൻ നേരത്തും എനിക്ക് അറിയില്ല, ജസ്റ്റ് കട്ട് ഇറ്റ്, ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യുക, ബ്ലാങ്ക് സ്പേസ് വിടണ്ട, ഓക്കെ, കട്ട് ചെയ്യുക. അപ്പൊ അതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഒരുമിച്ച് എഴുതുക ക്വസ്റ്റ്യൻ നമ്പർ 2A 2B പിന്നെ 1A 3A 3B ഒരുമിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം, ഏത് പെൻ യൂസ് ചെയ്യണം, അതായത് ബ്ലാക്ക് പെൻ ഓർ ബ്ലൂ പെൻ എന്ന് ചോദിക്കുന്നത്, ഞാൻ പറയും പ്രിഫറബിളി ബ്ലാക്ക് പെൻ ആണ് നല്ലത്. കാരണം നിങ്ങളോട് ഓടി പറയുന്നില്ല നിങ്ങൾ ബ്ലാക്ക് പെൻ യൂസ് ചെയ്യണം, ബ്ലൂ പെൻ യൂസ് ചെയ്യണം ഓടി പറയുന്നില്ല. ഞാൻ ബ്ലാക്ക് പറയാനുള്ള കാരണം, ഇപ്പോൾ ICMA ചെയ്യുന്നത് ഡിജിറ്റൽ ഇവാലുവേഷൻ ആണ്. കഴിഞ്ഞ അറ്റംപ്റ്റ് മുതൽ ഡിജിറ്റൽ ഇവാലുവേഷനെ ചെയ്യുന്നത്. ഡിജിറ്റൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേപ്പർ സ്കാൻ ചെയ്തിട്ട് ലാപ്പിൽ, അതായത് സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് ഇവർ വാല്യൂ ചെയ്യുന്നത്. നിങ്ങൾ സർട്ടിഫൈഡ് കോപ്പി ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ സർട്ടിഫൈഡ് കോപ്പിയിൽ ഇപ്പം CAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്പെസിഫിക്കലി പറയുന്നത് നിങ്ങൾ ബ്ലാക്ക് പെൻ യൂസ് ചെയ്യണം. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് ആകുമ്പോൾ ഈ സ്കാൻ ചെയ്താകുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റും. ഈ ബ്ലൂ ആകുമ്പം ചില മിസ്സാവും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ബ്ലാക്ക് നിർബന്ധമായിട്ട് ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ICMA ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ബ്ലാക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ചൂസ് ബ്ലാക്ക് ഇറ്റ് സെൽഫ് എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് അത് തീരെ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ യൂസ് ബ്ലൂ. ഞാൻ പറഞ്ഞ പ്രിഫറബിളി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് യൂസ് ചെയ്യണമെങ്കിൽ നല്ലത്. കാരണം ഡിജിറ്റൽ ഇവാലുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അത് ബോൾ പെൻ യൂസ് ചെയ്യുക, ജെൽ പെന്നും അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക, ബോൾ പെൻ ആയിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഈ അണ്ടർലൈൻ ചെയ്യുന്നത്, അതായത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതി, ആ ക്വസ്റ്റ്യനിൽ കുറെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്, കുറെ അൺഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ വലിയൊരു ലോങ് പാരഗ്രാഫ് തിയറിയിലൊക്കെയാണ് ഇത് ഉപകാരപ്പെടുക. അപ്പൊ അതിൽ ഈ ഇമ്പോർട്ടന്റും അൺഇമ്പോർട്ടന്റും ഇങ്ങനെ, ഈ ഒരു മനുഷ്യനല്ലേ പേപ്പർ വാല്യൂറ്റ് ചെയ്യുന്നത്, മൊത്തം അയാൾ ചിലപ്പോൾ വായിച്ചു നോക്കുന്നതിനേക്കാളും അയാൾക്ക് ഈ ഇമ്പോർട്ടൻസ് ആണെന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അയാൾ ഇത് കാണുമ്പോൾ നേരെ മാർക്ക് കിട്ടൂലേ? കിട്ടും.
അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ എഴുതിയിട്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പെന്നായിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുന്ന ആൾ ഇപ്പോൾ ഒരു വീട്, ആ വീടിൽ ഒരു കോലം വെച്ചിട്ടുണ്ട്, നമ്മൾ ആ വീടല്ല നോക്കുക, കോല നോക്കുക. അതേപോലെ തന്നെ ഈ ആൻസറിൽ ഡയറക്റ്റ്ലി പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾ നോക്കുന്നത് ഈ പറഞ്ഞ അണ്ടർലൈൻ ചെയ്ത പോർഷനിലായിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കീ പോയിന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കീ പോയിന്റ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എല്ലാം അണ്ടർലൈൻ ചെയ്യരുത്. കീ പോയിന്റ്സ് ഓൺലി. സെക്ഷൻ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യാം. അതേപോലെ അങ്ങനത്തെ കീ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാം. തെറ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കരുത്. അതായത് വിശ്വാസമില്ലാത്ത, അതായത് ഉറപ്പില്ലാത്ത സാധനം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കരുത്. അത്രയും ഉറപ്പുള്ള ഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതൊരു ആഡ് ഓൺ ആണ്. ആക്ച്വലി അതിന് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നത്. അടുത്തൊരു കാര്യം പറയാനുള്ളത്, ആദ്യത്തെ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം വീണ്ടും പറയാണ്. അതായത് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ്ലി പ്രസന്റഡ് ആയിരിക്കണം ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ബേസിക് ഡാറ്റന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഗ്യാസ് അടിച്ചു വെക്കരുത്. അതായത് ഇല്ലാത്ത കാര്യം വെറുതെ നിങ്ങൾ വർണ്ണിച്ച് എഴുതി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. നിങ്ങൾ പഴയ പേപ്പർ കൊടുത്തു നോക്കിയേ, വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് 0 മാർക്ക് കിട്ടുമോ? ഒന്നും കിട്ടുമൊന്നുമില്ല. ഓക്കെ, അപ്പം അതിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല. അതായത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഗ്യാസ് അടിച്ചു പോകുന്നതിന് പ്രത്യേകം, എസ്പെഷ്യലി ദിസ് ഫോർ ലേഡീസ് ആണ് അധികവും വെറുതെ ഗ്യാസ് അടിച്ചു പോകും. അതായത് വെറുതെ എന്തൊക്കെ എഴുതി പോകും. ഇങ്ങനെ എഴുതണ്ട, പേപ്പർ കൂട്ടിയിട്ട് കാര്യമില്ല. പേപ്പറിനനുസരിച്ചല്ല, അവിടെ പോയിന്റിനനുസരിച്ചാണ് മാർക്ക് കിട്ടുക. അപ്പോൾ വരുന്ന പോയിന്റ് ഞാൻ പറയുന്നത് വെച്ചാൽ പോയിന്റ് വൈസ്, അതായത് ഓരോ പോയിന്റിനാണ് ഇവിടെ മാർക്ക് തരുന്നത്. വെദർ യു ഹാവ് എ കീ പോയിന്റ്സ്, നിങ്ങൾ എഴുതിയിട്ടുള്ളതിൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് മാർക്സ്, അതർവൈസ് യു വിൽ നോട്ട് ഗെറ്റ് എനി മാർക്സ്. ഓക്കെ, അപ്പോൾ വെറുതെ എഴുതിക്കണെന്ന് വിചാരിച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കിട്ടില്ല. പക്ഷേ അറ്റംപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ എന്നാലും അതിൽ കീ പോയിന്റ്സ് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്ന ഒരു പോയിന്റ്. പിന്നെ വരുന്നത് ഈ ആഫ്റ്റർ എക്സാം കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷൻ അവോയ്ഡ് ചെയ്യുക. അതായത് പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, എക്സാമിന് ഹാളിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇങ്ങനെ കിടന്ന് ഡിസ്കസ് ചെയ്യും, പറ. അതായത് ഈ ചത്ത കിളിക്ക് കൂട് കണ്ടെത്തുന്ന പോലെ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ MCQ ഒക്കെ എടുത്ത് നീ അതല്ല ചെയ്ത, ഞാൻ അതല്ല ചെയ്ത, മറ്റേ അതല്ല ചെയ്ത, നീ അതെറ്റ മാനസികമായിട്ടാണ് തളരും മക്കളെ. അതായത് നിങ്ങൾ എഴുതിയത് എങ്ങാനും ഒരു 10 MCQ കണ്ട് തെറ്റിപ്പോയി, 15 MCQ 10 ഡിസ്കസ് ചെയ്തപ്പോൾ തെറ്റാണ്. നിങ്ങൾ അത് കണ്ടിട്ടാണ് അടുത്ത എക്സാമിന് പോകുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് അടുത്ത എക്സാമിന് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിക്കണമെങ്കിൽ നിങ്ങൾ അത്രയും മാനസികമായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ആരും ഇല്ല. കാരണം ആ 10 MCQ തെറ്റി, വേറെ ഇതൊക്കെ തെറ്റൊക്കെ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ അടുത്ത എക്സാമിന് പോകുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അടുത്ത എക്സാം പഠിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു മോശം ഏർപ്പാടാണ് അതായത് ആഫ്റ്റർ എക്സാം ഡിസ്കസ് ചെയ്യുന്നത്. ഞാനെങ്കിലും ഡിസ്കസ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ ഓടുക, അവിടെ നിൽക്കണ്ട, വേഗം വീട്ടിൽ പോവുക, അടുത്ത പരിപാടി നോക്കുക. അല്ലെങ്കിൽ വേറെ ചായക്കട, ആരും ഇല്ലാത്ത ചായക്കട പോയി, ഞാൻ ചെയ്യാം, ആരും ഇല്ലാത്ത ചായക്കട പോയി ചായ ഒക്കെ കുടിച്ചൊന്ന് റിഫ്രഷായി, ഞാൻ തന്നെ റിഫ്രഷായി, ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോകും. ആരോടും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിൽക്കില്ല. കാരണം ഭയങ്കര ഡേഞ്ചറാണ്. അഥവാ നമ്മൾ എഴുതിയത് ഇപ്പോൾ പെർഫെക്റ്റ് ആണെങ്കിൽ നല്ല സന്തോഷം തോന്നും കേട്ടോ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്കി, നമ്മൾ അഥവാ എഴുതിയത് ഒന്ന് ചിലപ്പോൾ 2 ഒക്കെ തെറ്റായാൽ തന്നെ നമ്മൾ ആകെ ഡൗൺ ആവും. സോ ആഫ്റ്റർ എക്സാം ഡിസ്കഷൻ സ്ട്രിക്ട്ലി പറയുന്നത് അവോയ്ഡ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ആഫ്റ്റർ എക്സാം ഡിസ്കഷൻ നിൽക്കരുത്. ഭയങ്കര ഒരു ബോർ ഏർപ്പാടാണത്. പിന്നെ പോയിന്റ് വൈസ് എഴുതാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഫ്രഷ് പേജ്, അതായത് ഒരു പുതിയ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എപ്പോഴും ഒരു ഫ്രഷ് പേജിൽ എഴുതുന്നതായിരിക്കും നല്ലത്. സ്റ്റാർട്ട് ഫ്രം എ ഫ്രഷ് പേജ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം. ഫസ്റ്റ് പേജ് ആയിരിക്കും നല്ലത്. പിന്നെ ബ്ലാങ്ക് സ്പേസ് ഒക്കെ ഇങ്ങനെ വെട്ടിക്കളയുക. ദെൻ എന്തെങ്കിലും ഒരു ID പ്രൂഫ് കയ്യിൽ വെച്ചുകൊണ്ട്, ചോദിക്കോന്ന് അറിയില്ല, ചോദിക്കുകയാണ് അഡ്മിറ്റ് കാർഡും ID പ്രൂഫും. ദെൻ വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ ആണെങ്കിൽ നല്ലത്. കാൽക്കുലേറ്ററിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കാൽക്കുലേറ്റർ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. കാരണം ഞാനൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു, ബാഗിൽ ഒന്ന് വെക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഥവാ ഒന്ന് കേട് വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എപ്പോഴാണ് കാൽക്കുലേറ്റർ കാണാൻ ഒരു സാധനമാണ്, എക്യുപ്മെന്റ് ആണ്. സോ അത് എപ്പോഴാണ് കേട് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഒരു എക്സ്ട്രാ ഒരു കാൽക്കുലേറ്റർ അത് നല്ലത് വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും കുറഞ്ഞതായാലും മതി. ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി, അഥവാ നമ്മളിതല്ലെങ്കിലും വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്നുള്ള രീതിക്കെങ്കിലും ഒന്ന് എക്സ്ട്രാ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. ആൻഡ് യൂസ് 2-3 പെൻസ് കൊണ്ടുപോകാം, പെൻസിൽ, സ്കെയില്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം എടുക്കുക എന്നുള്ള കാര്യം. പിന്നെ ബോർഡ് യൂസ് ചെയ്യാൻ പറ്റുമോ അറിയില്ല, അതായത് റൈറ്റിംഗ് ബോർഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ ട്രാൻസ്പെറന്റ് റൈറ്റിംഗ് ബോർഡ് ആണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ല, ബുക്ക്ലെറ്റ് ഇറ്റ്സെൽഫ് നല്ല കട്ടി ഉണ്ടാവും, എഴുതുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത്രയൊക്കെയാണ് മേജറായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ. ഇനി അതിൻ്റെ ഇടയിൽ പിന്നെ പറയാൻ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ യൂണിറ്റ്സ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. KG, പീസസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, അത് മെൻഷൻ ചെയ്യുക. റുപ്പീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. ഡോളർ ആണെങ്കിൽ ഡോളർ, അത് മെൻഷൻ ചെയ്യാൻ ചിലപ്പോൾ ഒരു മാർക്ക് കട്ട് ചെയ്യും. കാരണം യു ആർ എ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻറ്റ്, അപ്പം ഒരു പ്രൊഫഷണൽ എക്സാം ആണ്. സോ അവിടെ ഒരു ചാൻസ് ഉണ്ട് മാർക്ക് കട്ട് ചെയ്യാൻ. പിന്നെ നോട്ട്സ് ആൻഡ് അസംഷൻസിന് വെരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് പ്രത്യേകിച്ച് ടാക്സ് പോലത്തെ പേപ്പേഴ്സിനൊക്കെ വർക്കിങ്സ് മാത്രം എഴുതിയാൽ പോരാ, ആ വർക്കിങ്സ് അതിനെ കിട്ടിയെന്നുള്ളതിൻ്റെ നോട്ട്സിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട്സ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിരിക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഫേവറബിൾ പേപ്പർ, അതായത്
എടാ നമ്മൾ 4 പേപ്പർ ഉണ്ട്, 4 പേപ്പറിൽ ചിലപ്പോൾ 4 നമുക്ക് അടിപൊളി ആവണമെന്നില്ല. ഓക്കെ, മേ ബി അത് വേറൊരു മിത്തല്ല, എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഗ്രൂപ്പിൽ 4 പേപ്പറിൽ ഒന്ന് മിക്കവാറും ഇടയ്ക്ക് ടഫാക്കും ഇവർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് ഇവർ ചിലപ്പോൾ ടഫാക്കും. അത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ പുറത്താക്കാൻ. അതായത് ഇപ്പോൾ നോക്കിയൊക്കെ ഫസ്റ്റ് പേപ്പർ നാളെ സംഭവിക്കാൻ പോകുന്ന ലോ പേപ്പർ അല്ലെങ്കിൽ ഫൈനലാണെങ്കിൽ അതിൻ്റെ റെസ്പെക്റ്റീവ് പേപ്പർ നല്ലോണം ടഫാക്കി. സോ അതിൽ തന്നെ കുറേ ആൾക്കാർ ഡൗൺ ആവും. കുറേ ആൾക്കാർ അപ്പം തന്നെ അടുത്ത അറ്റംപ്റ്റ് നോക്കാൻ മതി ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ കുറേ ആൾക്കാർ അപ്പം തന്നെ ഔട്ടാക്കിയില്ലേ, കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അവരെ കൊണ്ട് ബാക്കി എക്സാം എഴുതിപ്പിക്കും. ഈ കോൺഫിഡൻ്റ് ആയിട്ട് അടുത്ത എക്സാം ചെയ്യുന്ന ആൾ പാസ്സാവും, ഡ്രോപ്പ് ചെയ്ത ആൾ വെറുതെ ഡ്രോപ്പ് ചെയ്ത പോലെയോ. അപ്പോൾ ഇതൊരു സ്ക്വിഡ് ഗെയിം പോലെ. സ്ക്വിഡ് ഗെയിമുകൾ കണ്ടിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, CMA എക്സാംസ് ലൈക്ക് സ്ക്വിഡ് ഗെയിം. അതായത് സ്ക്വിഡ് ഗെയിമിലെ കുറേ ആൾക്കാരെ ഔട്ടാക്കും, അവസാനത്തെ നാൾ വിജയിക്കും. അപ്പോൾ ആ കോൺഫിഡൻറ്റോട് കൂടി, അതായത് ഇഫ് യു ആർ ഗെറ്റിംഗ് എ ടഫ് പേപ്പർ, എന്ത് ചെയ്യും? നിങ്ങൾ നല്ല പഠിച്ച് നല്ലൊരു പേപ്പർ ആയിരുന്നു, പക്ഷേ യു ആർ ഗെറ്റിംഗ് എ ടഫ് പേപ്പർ, യു ഷുഡ് അറ്റംപ്റ്റ് 100% അറ്റൻഡ് ചെയ്യുക. 100 മാർക്കിന് അറ്റൻഡ് ചെയ്യുക, പറ്റുന്ന രീതിയിൽ മാക്സിമം അറ്റൻഡ് ചെയ്യുക കോൺഫിഡൻറ്റോട് കൂടി. ഫോർ ഷുവർ യു വിൽ ഗെറ്റ് 40 മാർക്സ്, ഫോർ ഷുവർ. ബാക്കി പേപ്പേഴ്സ് നിങ്ങൾ അത് കോൺഫിഡൻറ്റോട് കൂടി അങ്ങനെ അറ്റൻഡ് ചെയ്ത് ബാക്കി പേപ്പേഴ്സ് നിങ്ങൾ അത്യാവശ്യം നന്നായി ഉഷാറായിട്ട് എഴുതി എന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് കറക്റ്റ് 40 ഫോർ ദാറ്റ് പർട്ടിക്കുലർ പേപ്പർ കിട്ടിയിരിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് പറ്റുന്ന പോലെ എഴുതുക, ബാക്കി വരുന്ന പേപ്പേഴ്സ് നന്നായിട്ട് എഴുതുക. ഇതുകൊണ്ട് അതിന് എഫക്ട് ചെയ്യരുത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇപ്പോൾ കുറേ അറ്റംപ്റ്റ് എടുത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതാൻ പോകുന്ന ആൾക്കാർ കാണുന്നുണ്ടാവും. ആൻഡ് അറ്റംപ്റ്റ് ഓൾസോ ഡസൻറ്റ് മാറ്റർ, അറ്റംപ്റ്റ് ഒന്നും ഒരു ഘടകമേ അല്ല. പക്ഷേ ഈ ആൻസറിങ്, അതായത് എക്സാമിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇറ്റ്സ് വെരി, അതിലിപ്പോൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കാരണം കുറേ ആൾക്കാർക്ക് ഈ പറഞ്ഞ മിസ്സിങ് ഉണ്ടാവാറുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ സ്പെസിഫിക്കലി ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നതൊക്കെ പറയാനുള്ള കാരണം. വേറെ ഒന്നും ഞാൻ ഈ പറയാൻ വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. പിന്നെ കേസ് സ്റ്റഡി പോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണ്, സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെ ലോ ഓഡിറ്റിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ യൂസ് ഇറ്റ് ആസ് പ്രൊവിഷൻ, ഫാക്ട്, കൺക്ലൂഷൻ, ആ രീതിയിൽ ഒരു അനാലിസിസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ സെക്ഷൻ നമ്പർ കോട്ട് ചെയ്യുമ്പോൾ 100% ഓക്കെ ആണെങ്കിൽ കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോട്ട് ചെയ്ത് തെറ്റായ സെക്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ മൊത്തം തെറ്റിപ്പോവും, 0 മാർക്കിലോട്ട് പോകും. ബ്ലാങ്ക് പേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രോസ് ചെയ്തിടുക. പിന്നെ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. വെറുതെ ഞാൻ പറഞ്ഞു ഗ്യാസ് അടിക്കേണ്ടതാണ്. അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ അനുസരിച്ച് റിക്വയർമെന്റ് എന്താണ് അതനുസരിച്ച് ആൻസർ ചെയ്താൽ മതി. വേറെ എന്തൊക്കെ എഴുതിയിട്ട് അതിനൊന്നും മാർക്ക് കിട്ടൂല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ യു വിൽ ഗെറ്റ് എ ഫേവറബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇതുകൂടി പറയാം, അതായത് ടഫ് പേപ്പർ കിട്ടുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഈസി പേപ്പർ കിട്ടി. അതായത് സപ്പോസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കിട്ടിയപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 15 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈമിൽ തന്നെ ഓക്കെ ഇത് എനിക്കറിയാം, പെർഫെക്റ്റാ, നിങ്ങൾ ചെയ്ത് നോക്കിയ പേപ്പർ, അത് പക്കാ പേപ്പർ കിട്ടിയെന്ന് കൂട്ടിക്കോ. ഒന്നും നോക്കരുത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാക്സിമം സ്കോർ ചെയ്യുക. അവിടെ 16 17 ലിമിറ്റ് ഒന്നും ഇല്ല, എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്കോർ ചെയ്യുക അത്രത്തോളം. കാരണം എന്താ വെച്ചാൽ ഈ അഗ്രിഗേറ്റിന്റെ വിഷയം കൊണ്ട് മാറി കിട്ടും. അത്യാവശ്യം നല്ല മാർക്ക് 1-2 സ്കോർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ അഗ്രിഗേറ്റിന്റെ പ്രശ്നം മാറി നിങ്ങൾ കഴിച്ചിലായിരിക്കും. മനസ്സിലാവും. അപ്പോൾ ഒരു പേപ്പർ എങ്ങാനോ ഫേവറബിൾ കിട്ടിക്കഴിഞ്ഞാൽ വിടരുത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കാതെ മാക്സിമം ടു മാക്സിമം സ്കോർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. ഈ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ പാസ്സായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കോൺഫിഡൻറ്റോട് കൂടി 3 മണിക്കൂർ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ ഞാൻ പറയുന്നത് കുറിച്ച് വെച്ചോ. നിങ്ങൾ എന്നോട് മെസ്സേജ് അയച്ചു എന്നോട് പറയും, സാറേ ഞങ്ങൾക്ക് അതൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ പാസ്സായിട്ടാന്ന് നിങ്ങൾ എന്നോട് പറയുന്ന ഒരു മൊമെന്റ്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കണം. അതായത് എക്സാം വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, ഇത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പറഞ്ഞു കൊടുക്കില്ല. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ നിങ്ങൾ എക്സാം ഇങ്ങനെ എഴുതണം, ഇതൊക്കെ ശ്രദ്ധിക്കണം, നിങ്ങൾ കോൺഫിഡൻറ്റ് ഇതാവണം, ഒന്നും പറയില്ല. ജസ്റ്റ് അവർ പൈസ വാങ്ങി അവരെന്ത് ചെയ്തു, നിങ്ങൾ ടാറ്റാ ബൈ ബൈ നല്ലൊരു ഫെയർവെല്ലൊക്കെ വേണമെങ്കിൽ തന്നിട്ട് നിങ്ങളെ വിടും. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ന് പാസ്സാവും. പഠിക്കുന്നത് മാത്രമല്ല, നോളജ് മാത്രമല്ല, ആൾക്കാരെ കയ്യിലെടുക്കുക എന്നുള്ളതില്ലേ, അതേപോലെ തന്നെയാണ് പേപ്പർ കയ്യിലെടുക്കുക എന്നുള്ളത്, പേപ്പറെ നോക്കുന്ന ആളെ കയ്യിലെടുക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഞാനത് പറയാനായിട്ട് എൻ്റെ ഓഫീസിലോട്ട് വന്നതാണ്. മഴയത്ത് നല്ല പറയാനായിട്ട് അത് ഇത്രയും കാര്യങ്ങൾ പറയണം തോന്നി. വോയിസ് അയക്കുന്നതിനേക്കാളും വീഡിയോ തോന്നി, അതാണ് വോയിസ് അയക്കാതെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഓഫീസിൽ വന്ന് വീഡിയോ എടുത്ത് ഞാൻ ഇതിനായിട്ടുണ്ട്. കാരണം ഇത് കാരണം ഇനി ആരും ഫെയിൽ ആവരുത്, അറിയാതെ പോയിട്ട് ആരും ഫെയിൽ ആവരുത്. സോ അതിന് വേണ്ടിയിട്ടാണ് സ്പെസിഫിക്കലി ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. സോ ഞാൻ വലിച്ചു കിട്ടുന്നില്ല, ഗോ ആൻഡ് സ്റ്റഡി, മാക്സിമം നോക്കുക. സ്റ്റഡി എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ എക്സാം തുടങ്ങുന്നവരെ പഠിക്കാട്ടാ, ഒരു തെറ്റുമില്ല അതിൽ. എക്സാം തുടങ്ങുന്ന 1:45 കയറുകയാണെങ്കിൽ 1:45 വരെ നിങ്ങൾക്ക് ബുക്ക് എടുത്ത് നോക്കാം, പഠിക്കാൻ നോ ഇഷ്യൂ, വലിയൊരു പ്രശ്നമില്ല, ഏറ്റവും നല്ലതാണത്. ഒക്കെ ഒരു കുഴപ്പമില്ല അതിൽ. ഓക്കെ, സോ മാക്സിമം അടിപൊളിയാക്കുക, എക്സാം അടിപൊളിയാക്കുക. 3 മണിക്കൂർ എക്സാം സൂപ്പർ ആക്കുക. ആൻഡ് കുറച്ചെങ്കിലും സമയം അധികം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. ആൻഡ്
ഓൾ ദി ബെസ്റ്റ്. ഉഷാറായിട്ട് എഴുതുക. അത്രയും ഞാനും എഫേർട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എഫേർട്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും മാക്സിമം എഫേർട്ട് ഇടുക, പാസ്സാവാൻ ശ്രമിക്കുക, പാസ്സാവുക, വേറെ ഒന്നും നോക്കണ്ട, പാസ്സാവും. നിങ്ങൾ എഫേർട്ട് ജെന്യൂൻ ആണെങ്കിൽ നിങ്ങൾ പാസ്സായിരിക്കും. ബിലീവ് ഇൻ യുവർ സെൽഫ്, ട്രസ്റ്റ് ദി പ്രോസസ്, ടേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് ഈസി. ഓക്കെ. സോ എൻ്റെ ബ്ലെസ്സിങ്സും ഉണ്ട്, എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.